ആ രാവിലെ തന്നെ എന്തോ പരിപാടി? രാവിലെ നമ്മൾ ജെൽ ക്യാൻഡിൽ ഉണ്ടാക്കുക, പെർഫ്യൂംഡ് ജെൽ ക്യാൻഡിൽ. ജെൽ ക്യാൻഡിലോ? അതെന്തോ സംഭവം? അതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസ്സിനകത്ത് നമ്മൾ ഈ ജെല്ല് കൊണ്ട് മെഴുകുതിരി ഉണ്ടാക്കും. ജെൽ ക്യാൻഡിൽ നല്ല മണമാണ്, അത് കത്തിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ 3-4 സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടത്തേന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് അപ്പം അമ്മമാരെല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കും. അമ്മമാരെല്ലാവരും ഗ്ലാസ്സിനകത്ത് സ്റ്റിക്കറുണ്ട്. നമ്മൾ ഗ്ലാസ് ഹോൾസെയിലായിട്ട് വെളിയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് സ്റ്റിക്കറുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കർ എടുത്ത് വൃത്തിയാക്കുക. നമ്മൾ ഈ ഗ്ലാസ്സിനകത്ത് ആ ജെൽ ക്യാൻഡിൽ ഉണ്ടാക്കുന്നത്. അപ്പം പല കളറിൽ ജെൽ ക്യാൻഡിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കാണാം ജെൽ ക്യാൻഡിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് നല്ല അലുവ കഷ്ണം പോലെ നല്ല സോഫ്റ്റാണ്, കണ്ടോ? നല്ല ഭംഗിയാണ്. ഇത് തൊടാൻ തന്നെ ഒരു വല്ലാത്തൊരു രസമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് ജെൽ ക്യാൻഡിൽ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇത് നമ്മുടെ ജെൽ ക്യാൻഡിലിനകത്ത് ഇടുന്ന കുപ്പിക്കകത്ത് ഇടുന്ന വിഗ്ഗാണ്. ഇതിനകത്താണ് നമ്മൾ തിരി കത്തിക്കുന്നത്. ഈ മെഴുകുതിരിയുടെ അകത്തൊരു നൂല് പോലെ ആ വിഗ്ഗാണ്. നമുക്ക് പലരും ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഇതെല്ലാം വെളിയിൽ നിന്ന് എടുക്കുന്നതാണ്, നമ്മൾ ഉണ്ടാക്കുന്നതല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് ശരിക്കും ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ ജെല്ല് നമ്മൾ മെൽറ്റാക്കി ഇതിനകത്ത് നമ്മൾ കളർ ആഡ് ചെയ്യുക. ഞാൻ ഇതിനകത്തൊരു ബ്ലൂ കളർ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ബ്ലൂ കളർ നല്ല ബ്ലൂ ആയിട്ട് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ കാണാം. നമ്മൾ ബ്ലൂ കളർ ആയതുകൊണ്ട് നമുക്കിത് ലാവൻഡറിൻ്റെ കളറാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ലാവൻഡർ ഫ്ലേവറാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. നല്ല ഒരുവിധം മണമാണ്. ഇത് റൂമിനകത്തൊക്കെ കത്തിച്ച് വെക്കുമ്പോഴൊക്കെ നല്ല മണമായിരിക്കും. നമ്മൾ ഇവിടെ ഇത് കത്തിക്കാതെ തന്നെ നമ്മൾ റൂമിലും കാറിലും ഒക്കെ ഇത് വെക്കുന്നുണ്ട്. നല്ല മണമാണ് കാറിനകത്തെല്ലാവേ. നമ്മൾ ഇതിൻ്റെ വിഗ് നടുക്ക് വരത്തക്ക രീതിയിൽ ഈ ജെൽ ക്യാൻഡിലിൻ്റെ നടുക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ ഈർക്കലൊക്കെ വെച്ച് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സാധാരണ ഇതിനൊക്കെ ഓരോ മെഷീനും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു സാധാരണ ഒരു സ്വയം തൊഴിലായതുകൊണ്ട് നമ്മളിത് ഈർക്കലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിത് വെക്കുന്നത്. എൻ്റെ അമ്മമാരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് വെക്കുന്നത് കണ്ടോ. ഇത് ഏതാ കളറ്? ഓറഞ്ചാ? അല്ലല്ല, ഇത് യെല്ലോ, മഞ്ഞ കളറ്. മഞ്ഞ കളറോ? മഞ്ഞ, തനി മഞ്ഞ. ഇത് മഞ്ഞ കളറ്. നീലയ്ക്ക് ലാവൻഡർ ആണെങ്കിലേ ഈ മഞ്ഞയ്ക്ക് ഏതാ ഫ്ലേവർ? നമ്മൾ മഞ്ഞ ആയതുകൊണ്ട് നമുക്ക് മാംഗോ കൊടുക്കാം. ഈ ഏറ്റവും കൂടുതൽ ഇവിടെ സെയിൽ നടക്കുന്ന 2 പെർഫ്യൂം, 2 സ്മെല്ലാണ്. ഒന്ന് മാംഗോ, ഒന്ന് ലാവൻഡർ. ഇത് രണ്ടും നമുക്ക് ഭയങ്കരമായിട്ട് സെയിലാവുന്നുണ്ട്, മാംഗോയും ലാവൻഡറും. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഈ ഒഴിക്കുന്ന കളറും മഞ്ഞ, ഇന്ന് അമ്മമാരുടെ നൈറ്റിയുടെ കളറും മഞ്ഞ. ഞാൻ മാത്രം ചുവപ്പ്. എന്നാൽ നമുക്ക് അടുത്തത് ചുവപ്പ് ഉണ്ടാക്കാം. ഈ ജെൽ ക്യാൻഡലിൻ്റെ സെയിൽസ് ഒക്കെ എങ്ങനെയാണ്? ഇതൊക്കെ നമുക്ക് ഈ മറൈൻ എക്സ്പോയിൽ നമുക്ക് സ്റ്റാളുണ്ട്. നമ്മൾ പലയിടത്ത് നമുക്കിപ്പോൾ 4 ഇടത്ത് ആ സ്റ്റാള് ഓടുന്നത്. അവിടെ നമ്മുടെ സ്റ്റാഫുകൾ ഇത് വിൽക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാൾ ഇട്ടിട്ട് അവിടെ ഇതിൻ്റെ ജെൽ ക്യാൻഡിൽ മാത്രമല്ല, നമുക്കല്ലാതെ നമുക്ക് ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട്. അഗർബത്തിയുണ്ട്, ലോഷനുണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, ഡിഷ് വാഷ് ഉണ്ട്, ഹാർപ്പിക്കുണ്ട്, വാഷ് ലിക്വിഡുണ്ട്. അങ്ങനെ നമുക്ക് കുറേ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നേരിട്ട് വരുന്നവർക്ക് ഇവിടെ സെയിലുണ്ടോ? ഉണ്ട്. നമുക്ക് താണ്ട് ഇവിടെ ഒരു ഷോപ്പ്, നമുക്കൊരു മുറി അതിനുവേണ്ടി ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വരുന്ന ഗസ്റ്റുകളെ കൊണ്ടെല്ലാം നമ്മൾ ഓരോ പ്രോഡക്റ്റ് എടുപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് നമുക്ക് അമ്മമാർക്ക് ഡൈപ്പറും മെഡിസിനും ഒക്കെ ഇതിൻ്റെ ഒരു വരുമാനം കൊണ്ടാണ്. സ്റ്റാഫുകൾക്ക് സാലറിയും എല്ലാം ഇതിൻ്റെ വരുമാനം കൊണ്ടാണ്.
പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു വരുമാനം നമ്മളെല്ലാത്തിനും വേണ്ടിയിട്ടെടുക്കുന്നുണ്ട്. ഈ ദൂരെയുള്ളവർക്കേ ഓൺലൈനായിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നമുക്ക് നമ്മൾ അയച്ചു കൊടുക്കും. ഈ കൊറിയർ ചാർജും കൂടെ വാങ്ങിക്കുമെന്നേ ഉള്ളൂ, നമുക്ക് മുതലാവണ്ടേ. അപ്പം നമ്മളിത് അയച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വർഷയെ സുജിത്തിനെയും കൂടെ ഏൽപ്പിച്ചേക്കുന്നത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇതിനെ നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ലീഗൽ മെട്രോളജിയിലും അതേപോലെ നമുക്ക് പഞ്ചായത്തിലും ഒക്കെ ലൈസൻസ് എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു സ്വയം തൊഴിലാണിത്. അടുത്ത കളർ ഏതാ? ഇത് ഗ്രീൻ, പച്ച കളർ, നല്ല പച്ച ലൈറ്റായിട്ട് എടുത്തേക്കുക. ഇതിനെ നമ്മൾ പച്ച കളറായതുകൊണ്ട് നമ്മൾ ജാസ്മിൻ ആഡ് ചെയ്യുന്നത്. നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ്. നീല, മഞ്ഞ, പച്ച, ഇത് മൂന്നും കഴിഞ്ഞ്. ഇനി അടുത്ത കളർ ഏതാ? ഇനി റെഡ്, ചുമപ്പ്. ഏത് ഫ്ലേവർ ആഡ് ചെയ്തേ? ഇത് നല്ല ചുമപ്പായതുകൊണ്ട് നമുക്ക് മാംഗോ തന്നെ കൊടുക്കാം. നല്ല പഴുത്ത എന്താ പറയുന്നേ, നല്ല പഴുത്ത മാങ്ങയുടെ മണമാണ്. അപ്പൊ ജെൽ ക്യാൻഡിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞല്ലേ? ജെൽ ക്യാൻഡിലെല്ലാം നമുക്ക് സെറ്റായി. നമ്മളിനി പാക്കിങ്ങിലേക്ക് പോവാം. ഇതിങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇതാ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നത്. ഇതിപ്പോൾ കത്തിച്ച് വയ്ക്കുമ്പോൾ നല്ല ഒരു മണമാണ്. നല്ല ഈ മഞ്ഞയാകുമ്പോഴത്തേന് മാംഗോയുടെ സ്മെല്ലാണ് വരുന്നത്. ഇതിന് അടപ്പുണ്ടോ? ഇതിന് അടപ്പുണ്ട്. സാധാരണ ഗ്ലാസ്സൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അല്ലാതെ നമ്മൾ ഈ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിക്കുക. പക്ഷേ ഇതിന് അടപ്പാണ്. ഇത് നമുക്ക് തുറന്നും വെക്കാം. ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇത് കണ്ടോ, നല്ല നല്ല ലാവണ്ടറിൻ്റെ മണമാണ്. നമ്മളിങ്ങനെ ഇതാ നമ്മുടെ ഇത് 19 എണ്ണം. ഈ വീഡിയോ കാണുന്ന സുമനസ്സുകൾ, ഞങ്ങളുടെ ഇവിടുത്തെ അമ്മമാരും ഞങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുന്ന ഈ പ്രോഡക്റ്റുകൾ എടുത്ത് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.